സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 പേർ മരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലാണ്. വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ ദുരിതപ്പെയ്ത്ത് വരുത്തിവെച്ച കെടുതി ശമനമില്ലാതെ തുടരുകയാണ്. കാലവർഷക്കെടുതിയിൽ ഇന്ന് 2 മരണം കൂടിയുണ്ടായി. മലപ്പുറം മേലാറ്റൂരിൽ പാടവരമ്പിൽ എരുത്തൊടി നാരായണൻ മരിച്ചത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണെങ്കിൽ കോട്ടയം മുണ്ടക്കയത്തെ ദീപുവിന്റെ ജീവനെടുത്തത് നിറഞ്ഞൊഴുകിയ പുഴയുടെ കുത്തൊഴുക്കാണ്. ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ദീപുവിന്റെ മൃതദേഹം ഇന്ന് കണ്ടെത്തുകയായിരുന്നു. കോട്ടയം ജില്ലയിൽ തന്നെയാണ് മഴക്കെടുതി കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ഇന്നലെ പൂഞ്ഞാർ, തീക്കോയി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടിയത് താഴ്ന്ന പ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കി. 100ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നു. താഴ്ന്ന പ്രദേശങ്ങളായ കുമരകം, ഐമനം തുടങ്ങിയ സ്ഥലങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കൊച്ചി കളമശ്ശേരി HMT കോളനിയിലെ വീടുകളിൽ ഇന്നലെ പെയ്ത മഴയിൽ വെള്ളം കയറിയതോടെ 20ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ചെല്ലാനത്തും വൈപ്പിനിലും കടലാക്രമണം രൂക്ഷമാണ്. 400ലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാമിൽ ജലം 131 അടി പിന്നിട്ടു. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോഴും തുടരുകയാണ്. കുട്ടനാട്ടിൽ 1000-ലധികം ഏക്കർ കൃഷിയിടങ്ങളിലെ കൃഷി ഇതിനകം പൂർണ്ണമായി നശിച്ചു. ഇന്ന് രാവിലെ ചമ്പക്കുളം പഞ്ചായത്തിലെ 2 പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായി. വയനാട്ടിൽ മഴക്കെടുതിയിൽ ഇന്നലെ മാത്രം 9 വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ 22 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്രീകുമാരൻ, മീഡിയ 1, കൊച്ചി.